ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മഞ്ഞൾ പാലിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ 2 ടൈപ്പ് റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്ന ആരോഗ്യ സൗന്ദര്യപരമായ ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൽ ഏത് റെസിപ്പിയാണ് താല്പര്യം എന്ന് വെച്ചാൽ ആ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം അത്രയും ഗുണങ്ങളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതെന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് സാധാരണ രീതിയിൽ നമ്മൾ പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ എന്നാൽ ഈ ഗോൾഡൻ മിൽക്ക് തയ്യാറാക്കുന്ന രീതി കുറച്ചൊരു വ്യത്യസ്തമാണ്. അത് ആയുർവേദ രീതിയിലാണ് ഇത് നമ്മൾ അധിക പേരും തയ്യാറാക്കുന്നതും. അപ്പോൾ പാലിന് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ നൽകാവുന്ന ഒരു സാധനമാണ് ഈ പാല് എന്ന് പറയുന്നത്. വൈറ്റമിനുകളും പ്രോട്ടീന് കാൽസ്യം എല്ലാം അടങ്ങിയ ഒരു ആരോഗ്യ കലവറാന്ന് തന്നെ വേണേൽ പറയാം. അപ്പോൾ വളരുന്ന പ്രായത്തിൽ കുട്ടികൾ നിർബന്ധമായും കുടിച്ചിരിക്കേണ്ട ഒന്നുകൂടിയാണിത്. പാല് തന്നെ പലതരത്തിൽ നമുക്ക് നൽകാൻ പറ്റും. ഇത് പല ചേരുവകളും ചേർത്തിളക്കി നാം കുടിക്കാറുണ്ട്. എന്നാൽ മഞ്ഞൾപ്പാൽ കുടിച്ചാൽ ആരോഗ്യത്തിന് ഒരു പിടി കൂടുതൽ ഗുണങ്ങളാണ് നൽകുന്നത്. അഥവാ ഗോൾഡൻ മിൽക്ക് എന്നാണ് അതിന് പറയുക. സാധാരണ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കുന്ന രീതിയല്ല ഇത്. അതായത് ആയുർവേദ പ്രകാരം പ്രത്യേക മഞ്ഞൾക്കൂട്ട് തയ്യാറാക്കി കുടിക്കുന്ന പാലാണിത്. ടർമറിക് ഗോൾഡൻ മിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ രീതിയിൽ നാം പാലിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കാറുണ്ടല്ലോ. എന്നാൽ ഈ ഗോൾഡൻ മിൽക്ക് തയ്യാറാക്കുന്ന രീതി എന്ന് പറയുന്നത് വേറൊരു രീതിയാണ്. ആ ഒരു 2 രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് 1 കപ്പ് വെള്ളം, 1/2 കപ്പ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ് ഇതിലേക്കുള്ള പ്രധാന ചേരുവകൾ. പിന്നെ മഞ്ഞൾപ്പൊടി മിശ്രിതത്തിന് വേണ്ടത് 1 കപ്പ് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കലർത്തി കുറഞ്ഞ തീയിൽ ചൂടാക്കി ഒരു 6 മുതൽ 10 മിനിറ്റ് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കട്ടിയുള്ള മിശ്രിതമാകും. അപ്പോൾ പിന്നീട് അത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാവുന്നതാണ്. അതുപോലെ 1 ടേബിൾ സ്പൂണ് പശുവും പാല് അല്ലെങ്കിൽ ബദാം പാല്, ആ 2 രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്നിവ ഉപയോഗിക്കാം. ആയുർവേദത്തിൽ പശുവും പാലാണ് പറയുന്നത്. ഇതിൽ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ, അതായത് വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നല്ല വെളിച്ചെണ്ണ ആയിരിക്കണം, അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ വരെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മഞ്ഞൾ മിശ്രിതം ഇതിലേക്ക് ചേർത്ത് ഇളക്കിയിട്ടും കുടിക്കാം. അതേപോലെ ഈ മിശ്രിതം നമ്മൾ ചെറുതാക്കിയിട്ടൊന്ന് ചൂടാക്കണം. ശേഷം അല്പം തേന് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഈ കൂട്ട് സാധാരണ കാച്ചി വെച്ചിരിക്കുന്ന പാലിൽ കലക്കി നമുക്ക് കുടിക്കാം. ഇനി കൂട്ട് തയ്യാറായില്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പാൽ ചേർത്ത് കുടിക്കുന്നത് ഏറെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തെന്നാന്ന് വെച്ചാൽ മഞ്ഞളിലെ കുർക്കുമിന്, ഫോളിനോളുകൾ എന്നിവ 150 രോഗങ്ങൾക്ക് എന്താ പറയുക രോഗശമനത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിന് ആൻറ്റി ആക്സിഡൻറ്റ് ഗുണങ്ങളുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യം. ആൻറ്റി ആക്സിഡൻറ്റുകൾ ശരീരത്തെ ഫ്രീ റാഡിക്കലിൽ നിന്ന് സംരക്ഷിക്കുകയും നമ്മുടെ സെൽസ് കോശങ്ങളെ നാശത്തിനെതിരെ പോരാടാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും തടയാൻ ഏറെ ഗുണപ്രദവുമാണ്. അതുപോലെ കുരുമുളകും ശരീരത്തിന് പ്രതിരോധശേഷി നൽകാൻ ഏറെ നല്ലതാണ്. മഞ്ഞളും കുരുമുളകും ചേരുമ്പോൾ ഗുണം ഇരട്ടിയാണ് ആകുന്നത്. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ കോൾഡ് അടക്കമുള്ള രോഗങ്ങൾ തടയാൻ ഏറെ ഫലപ്രദമാണ് ഇത്. പിന്നെ മറ്റൊന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും കഴിയുമെന്ന് പഠനങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലിംഫാറ്റിക് സിസ്റ്റം, രക്തക്കുഴലുകൾ എന്നിവയിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും രക്തത്തെ കട്ടി കുറഞ്ഞതാക്കാനും ഇതിന് കഴിയും. അതുപോലെ ആയുർവേദ പ്രകാരം രക്തശുദ്ധീകരണത്തിന് മികച്ചതാണ് മഞ്ഞൾപ്പാല്. കൂടാതെ രക്തചംക്രമണത്തെ പുനരുജ്ജീവിപ്പിച്ച് ചംക്രമണം ഉയർത്താനും മഞ്ഞൾ ചേർത്ത പാലിന് ശേഷിയുണ്ട്. കരളിനെ വിഷവിമുക്തമാക്കാൻ നമ്മുടെ മഞ്ഞൾപ്പാലിന് സാധിക്കും. ഈ ഗോൾഡൻ മിൽക്ക് ലിവർ, ഗോൾ ബ്ലാഡർ എന്നിവിടങ്ങളിലെ വിഷാംശം നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ആന്തരിക ശരീരത്തിന് ശക്തി നൽകും. കരളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് മഞ്ഞൾപ്പാൽ ഒരുപാട് നമ്മളെ സഹായിക്കും. അതുപോലെ എല്ലിനെ ബാധിക്കുന്ന രോഗങ്ങളെ അകറ്റാൻ മഞ്ഞൾപ്പാൽ ഏറെ നല്ലതാണ്. സന്ധിവാതം, സന്ധിവീക്കം എന്നിവ പരിഹരിക്കാൻ ഈ മഞ്ഞൾപ്പാൽ ചേർത്ത്, അതായത് മഞ്ഞൾ ചേർത്ത് ഈ പാല് വളരെ ഉത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. വേദന കുറച്ച് സന്ധികളെയും പേശികളെയും വഴക്കമുള്ളതാക്കാനും സാധിക്കുന്നതാണ് ഇതിന് കാരണമാകുന്നത്. അതേപോലെ ശരീരത്തിലെ സന്ധികൾക്ക് കൂടുതൽ ബലം പ്രാദാനം ചെയ്യാനും നമ്മുടെ മഞ്ഞൾപ്പാലിന് കഴിയും. മഞ്ഞൾപ്പാൽ അതുപോലെ അസ്ഥി തേയ്മാനത്തിനും പരിഹാരമാണ്. അസ്ഥിക്ഷതം പരിഹരിക്കാനും ഈ പാനീയം നിർദ്ദേശിക്കുന്നു.
നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ കാൽസ്യത്തിൻ്റെ ഉറവിടമായ മഞ്ഞൾ ചേർത്ത പാല് എല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ തടി കുറക്കാൻ ശ്രമിക്കുന്നവർ ഈ മഞ്ഞൾ ചേർത്ത പാല് മിശ്രിതം ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. അമിതവണ്ണം കുറക്കുന്ന കാര്യത്തിൽ മഞ്ഞൾ പാല് തന്നെയാണ് മുമ്പിൽ. ശരീരഭാരം കുറയ്ക്കാനും കുടവയറ് കുറക്കാനെല്ലാം മഞ്ഞൾ പാല് സഹായിക്കും. ശരീരത്തിലെ കൊഴുപ്പിനെ കുറക്കുക വഴി ഭാരം കുറക്കാൻ ഇത് സഹായിക്കും. അതുപോലെ സ്ത്രീകളിൽ മാസമുറ കാലത്തുണ്ടാകുന്ന വയറുവേദനക്കും മറ്റ് അസ്വസ്ഥതകൾക്കും എല്ലാം ഈ ഒരു പാല് ഒരു പരിഹാരമാണ്. മഞ്ഞൾ ചേർത്ത ഗർഭിണികളായ സ്ത്രീകൾ പാല് കുടിക്കുന്നത് പ്രസവാനന്തരം ശരീരം അതിവേഗം പൂർവ്വസ്ഥിതിയിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കൂടാതെ അണ്ഡാശയം വേഗം ചുരുങ്ങാനും മുലപ്പാല് വർദ്ധിപ്പിക്കാനും ഈ പാല് ഉത്തമമായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. പിന്നെ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപ് ഈ ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇതിലടങ്ങിയിരിക്കുന്ന സെറോട്ടോണിന്, മെലാട്ടോണിൻ തുടങ്ങിയ ഘടകങ്ങൾ നല്ല ഉറക്കം എന്ന ഘടകത്തിന് സഹായിക്കുന്ന ഒന്നാണ്. ഇതുകൂടാതെ മാനസിക പിരിമുറുക്കം കുറക്കാനും മഞ്ഞളിന് പ്രത്യേക കഴിവുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി കിടക്കാൻ നേരം ഈ ടർമറിക് ഗോൾഡൻ മിൽക്ക് കൊടുക്കുന്നത് ഉറക്കം ലഭിക്കാനുള്ള നല്ലൊരു വഴിയാണ്. മാത്രമല്ല ചർമ്മ സൗന്ദര്യത്തിന് ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളും ഒരുപാടുള്ളൊരു സാധനമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി 2 തരത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അല്ലെന്നാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിൽ കൊടുക്കുക കേട്ടോ. അതിൻ്റെ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ദയവേതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Thanks for watching.